നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ കണ്ട വിഷയങ്ങളിൽ വെച്ചിട്ടാണ്. പിന്നിൽ നടന്ന സംഭവം യാഥാർത്ഥ്യബോധത്തോടു കൂടി മിനിസ്റ്റർ പറഞ്ഞു. ഒന്ന്, ഇത് മെഡിക്കൽ കോളേജ് ആരംഭിക്കുന്ന കാലഘട്ടത്തിലുള്ള ആദ്യത്തെ ബിൽഡിംഗ്, അതിന് കാലപ്പഴക്കമുണ്ട്. സ്വാഭാവികമായി പുതിയ ബിൽഡിംഗ് വരണം. ആ പുതിയ ബിൽഡിങ്ങിന് വേണ്ടി ഇവിടെ വായിച്ച ഒരു കത്ത് പഴയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. ഇത് സൂചിപ്പിച്ചിട്ട് 2016 വരെ അതിന് ഫണ്ട് വെക്കുകയോ കെട്ടിടത്തെക്കുറിച്ച് ആലോചിക്കുകയോ ആരും ചെയ്തിരുന്നില്ല. 2016 ശേഷം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്താണ് ഇത് കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി ഫണ്ട് വെച്ച് കിഫ്ബി പ്രോജക്റ്റ് വന്നു. ആ പ്രോജക്റ്റ് നടപ്പാക്കുന്ന 2020 എത്തുമ്പോഴേക്ക് കോവിഡിൻ്റെ ശേഷമാണ് പണി ആരംഭിക്കാൻ കഴിയുന്നത്. 526 കോടി രൂപ സർജിക്കൽ ബ്ലോക്കിനും സൂപ്പർ സ്പെഷ്യാലിറ്റിക്കുമായിട്ടും അനുവദിച്ചു. അതിലാദ്യം സർജിക്കൽ ബ്ലോക്ക് തീർക്കാൻ വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. 565 ബെഡും 14 ഓപ്പറേഷൻ തിയേറ്ററും. പണി 99% തീർന്നു. കഴിഞ്ഞ 30-ാം തീയതി ഇവിടെ ഇതേ ഹാളിൽ ചേർന്ന് ബഹുമാനപ്പെട്ട മിനിസ്റ്ററെ കൂടെ വിളിച്ചു വരുത്തി, ഞാനും ഉണ്ട്, ഞങ്ങളെല്ലാം കൂടി ചേർന്ന് ജൂലൈ മാസത്തിൽ പേഷ്യൻസിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഉദ്ഘാടനം പിന്നീട് നടത്താം, നമുക്ക് പേഷ്യൻസിനെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് തുടങ്ങണമെന്നാണ് യോഗത്തിൻ്റെ തീരുമാനം. അതിൽ അവസാനമായി വരേണ്ടിയിരുന്ന ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അത്യാവശ്യം ചില ഭാഗങ്ങളാണ്. ബാക്കിയെല്ലാം തീർന്നിരുന്നു. ഓപ്പറേഷൻ തിയേറ്റർ കൂടി ഉണ്ടെങ്കിലേ നമുക്ക് പേഷ്യൻസ് വരുമ്പോൾ അടിയന്തരമായി ശസ്ത്രക്രിയ വേണമെങ്കിൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ച കുറേ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് മാറ്റിക്കൂടാ. തിയേറ്റർ അടിയന്തര പ്രാധാന്യമുള്ള കാര്യമാണ്. തിയേറ്റർ കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് സർജിക്കൽ ബ്ലോക്ക്, സർജറി തിയേറ്റർ വേണമല്ലോ സർജറി നടക്കണമെങ്കിൽ. അപ്പുറേ ആ ബ്ലോക്കിൽ 10 തിയേറ്ററുണ്ട്. ഇവിടെ 14 തിയേറ്ററാണ്. 2 കൂടെ പിന്നീട് വരും 16. അപ്പോൾ ഈ തിയേറ്ററിൻ്റെ മെയിൻ്റനൻസാണ് അവസാനം നടക്കാനുള്ളത് എന്നുള്ളത് കൊണ്ടാണ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മുൻ മാസങ്ങളിൽ കഴിയാതെ ജൂലൈയിൽ എന്തായാലും ചെയ്യണമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനം നടപ്പിലാക്കി തുടങ്ങി അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അത്രയും ഒരു കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ നീങ്ങിക്കൊണ്ടിരുന്ന ഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായത്. നിർഭാഗ്യകരമാണ് ആ സംഭവം. നമുക്കെല്ലാം വിഷമവും വേദനയും എല്ലാം ഉണ്ട്. ഇനി അത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കപ്പെടാതിരിക്കാനാണ് നമ്മൾ വീണ്ടും ശ്രമിക്കുക. അതുകൊണ്ടാണ് അടിയന്തരമായി ഇപ്പോൾ കൂടി പ്ലാൻ ചെയ്ത് അവിടെ 6 വാർഡുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 360 ബെഡുണ്ട്. ആ 360 ബെഡിലെ പേഷ്യൻസിനെയും ഇപ്പോൾ ഈ പുതിയ ബ്ലോക്കിലേക്ക് മാറ്റാൻ ഇപ്പോൾ തീരുമാനിച്ച് നാളെ രാവിലെ തൊട്ട് മാറ്റി അവരെ സേഫാക്കും. ഭാവിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പിന്നെ മുഴുവനാണ് 360 6 ബ്ലോക്കാണ്. ഞാൻ 6 വാർഡുണ്ട്. 6 ഒരു വാർഡിൽ 60, 6 36. അതിലെല്ലാവരെയും ഇങ്ങോട്ട് മാറ്റാൻ ഇപ്പോൾ തീരുമാനിച്ചു. മുഴുവൻ ഇങ്ങോട്ട് മാറ്റാൻ തീരുമാനിച്ചു. അപ്പോൾ മുഴുവൻ ഇങ്ങോട്ട് മാറ്റുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 42ഓളം IC ബെഡും ഉണ്ട്. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഏറ്റവും പെട്ടെന്നൊരു സംഭവം ഉണ്ടായാൽ നമ്മൾ ഇനി അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാവശ്യമായ കാര്യങ്ങൾ ഇപ്പോൾ അടിയന്തരമായി തന്നെ ചെയ്യുക. അതാണ് മിനിസ്റ്റർ സാന്നിധ്യത്തിൽ ഇപ്പോൾ തീരുമാനമെടുത്ത് ഹെൽത്ത് സെക്രട്ടറി ഉണ്ട്, ACS, അതുപോലെ പ്രിൻസിപ്പലുണ്ട്, സൂപ്രണ്ടുണ്ട്, DMO ഉണ്ട്, ഇവരെല്ലാം ഉദ്യോഗസ്ഥ പ്രമുഖരുണ്ട്. അവരതിൻ്റെ പ്ലാൻ ഇപ്പോൾ തയ്യാറാക്കി കഴിഞ്ഞു. ആ തരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഉണ്ടായ സംഭവത്തെ സംബന്ധിച്ചുള്ള കാര്യം ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് സൂചിപ്പിച്ചു. അതനുസരിച്ച് കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ തീരുമാനങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ ഉണ്ടായ സംഭവത്തിൽ ആരെയെങ്കിലും പ്രതിക്കൂട്ടിലാക്കാനോ അല്ലെങ്കിൽ മുൻവിധിയോടുകൂടി ഇന്നതാണ് കുഴപ്പം എന്ന രൂപത്തിലേക്ക് നമ്മൾ പോകുന്ന ഒരു ശരിയല്ല. പരിശോധിച്ച് ആ കാര്യത്തിൽ കാര്യങ്ങൾ അല്ല ആവശ്യമാണെങ്കിൽ ചെയ്യും. അത് പരിശോധിക്കാൻ പറയാൻ പറ്റുമോ? നമുക്ക് മുൻവിധിയോടുകൂടി ഒരു കാര്യത്തിൽ ഇന്നതാണ് കുഴപ്പമെന്ന് പറഞ്ഞിട്ട് ഒരാളെ ഒരു സംഭവം ഉണ്ടായി എന്തോ അല്ല ഉണ്ടാകുമെന്ന് പരിശോധിച്ചല്ലേ പറയാൻ പറ്റൂ. നിങ്ങൾ മുൻവിധിയോട് കൂടി എന്നെ കൊണ്ട് ഉണ്ടാകും അറിയിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എനിക്കറിയാം. അല്ല ഈ കാര്യത്തിൽ ഉണ്ട്. നിങ്ങൾ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കുന്നത് നല്ലതാണ്. നമ്മൾ നമ്മുടെ മിനിസ്റ്ററോട് സംസാരിച്ച ഭാഷ ഞാൻ കേട്ടു. അല്ല നമുക്ക് ശാന്തമായി ഞാൻ പറഞ്ഞു, നമ്മളെല്ലാം അന്യോന്യം അറിയുന്നവരല്ലേ. ഈ കാര്യത്തിൽ ശാന്തമായും ഭൗതികമായിട്ട് ഏത് ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് ചോദിച്ചാലും അതിന് കൃത്യമായ മറുപടിയുണ്ട്. അപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളൊരു ചോദ്യം കൂടി ചോദിച്ചു. ഈ കാലതാമസം വന്നില്ലേ? ഞങ്ങൾ രണ്ടുപേരും വേറൊരു മീറ്റിങ്ങും CMൻ്റെ മീറ്റിങ്ങും
അവർ റീജിയണൽ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് കേട്ടപ്പോഴേ ചാടി ഓടി ഇവിടെ വന്നു. ഞാനാണ് ആദ്യം വന്ന്, മിനിസ്റ്റർ പുറകെ വന്നു, ACS പുറകെ വന്നു, സൂപ്രണ്ട്, ഞങ്ങൾ ഒന്നിച്ചാണ് വണ്ടിയൊക്കെ കയറി വരുന്നത്. സൂപ്രണ്ടൊക്കെ അവിടെയായിരുന്നു, അദ്ദേഹത്തിനോട് അറിയില്ല. അപ്പോൾ ഇവിടെ വന്ന് കണ്ട രംഗം വെച്ച് ഞങ്ങൾ ആദ്യം ചെയ്ത് ഞാൻ ഫയർഫോഴ്സിൻ്റെ ഡിസ്ട്രിക്ട് ഓഫീസർ, ഇന്ത്യ ഓഫീസറിനെ വിളിച്ചു വരാൻ പറഞ്ഞു. നിങ്ങൾ അടിയന്തരമായിട്ട് ഇത് മാറ്റാൻ ആവശ്യമായ ഇഷ്ടാച്ചി കൊണ്ടുവരാനുള്ള നിർദ്ദേശം കൊടുത്ത് ഞാനാണ് അടിയന്തരമായിട്ട് ആ കാര്യങ്ങൾ ചെയ്യിച്ച് അങ്ങനെയാണ് പെട്ടെന്ന് ആ സാധനം അല്ല ആളുണ്ടോ അതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞത്. ഞങ്ങൾ വന്നിട്ടായി ചെയ്യിച്ചേ. പണ്ട് കൊണ്ട് എപ്പോഴും 2013 തന്നെ ഈ 2013 തന്നെ ബലക്ഷയം ഉണ്ടെന്നുള്ള റിപ്പോർട്ട് ഉള്ളതിനെ തുടർന്നാണ് 2016 അധികാരത്തിൽ വന്ന് പിണറായി ഗവൺമെന്റാണ് ഇതിനു വേണ്ടി ഫണ്ട് വെച്ച് പണി ആരംഭിച്ചത്. അതിന് മുമ്പത്തെ ഗവൺമെന്റ് ആരും ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ അവിടെ അത് ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കി കൊടുത്തോളം ഇവിടെ ഉണ്ടായിരുന്ന അധികൃതർ അപ്പം ഞങ്ങളോട് പറഞ്ഞത് ഇത് ക്ലോസ് ചെയ്തിരുന്നതാണ് ആ ബാത്റൂം. കേക്ക് ഞങ്ങൾ മനസ്സിലാക്കി അവർ പറഞ്ഞതാണ്. ഇനി അങ്ങനെ അല്ല എന്നുള്ളതെങ്കിൽ അത് പരിശോധിക്കുന്നതാണ് മിനിസ്റ്റർ പറഞ്ഞത്. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങൾക്കും ബലക്ഷയം ഉണ്ടെന്ന് തന്നെയാണ് ഇവിടെ റിപ്പോർട്ട് 2013. അതുകൊണ്ടാണ് പുതുക്കി പണിയാൻ തീരുമാനിച്ചത്. അല്ല എല്ലാ കാര്യവും പരിശോധിക്കാൻ ബന്ധപ്പെട്ട മിനിസ്റ്റർ തന്നെ അധികാരിയായി പറഞ്ഞു, കളക്ടറെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ള കാര്യം. അത് പരിശോധിച്ച് റിപ്പോർട്ട് വരട്ടെ വന്നു കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ എടുക്കാം.